ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു SK വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. നമ്മുടെ ഒരു പ്രഗ്നൻസി ജേർണി എങ്ങനെയാണ് നിങ്ങളിലോട്ടൊക്കെ പങ്കുവയ്ക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്രഗ്നൻ്റ് ആണോ, എത്ര മന്ത് പ്രഗ്നൻ്റ് ആണ്, വീഡിയോസ് എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കടന്നിട്ടുണ്ട്. സോ ഹാപ്പിയാണ് എല്ലാ രീതിയിലും. കാരണം ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫാമിലിയിലോട്ട് അടുത്തൊരു ആളും കൂടി വരുവാണ്. ശരിക്കും ഈ ഒരു ജേണി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺസേൺ ആവേണ്ട ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് ഡെലിവറി അല്ലേ എന്നൊക്കെ, പക്ഷേ ഈച്ച് ഡെലിവറി ഈസ് ഡിഫറെൻറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫിസിക്കലി മെൻ്റലി ചേഞ്ചസ് ഒക്കെ എനിക്ക് പേഴ്സണലി വന്നു. എനിക്ക് ഫസ്റ്റത്തെ പോലെ ഒട്ടുമല്ല സെക്കൻഡ് എന്ന് പറയുന്നത്, എൻറ്റയർലി വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും കൺസേൺ ആണ്. ഞാനിപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കൺസേൺ ആയിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അത് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഈച്ച് പ്രഗ്നൻസി ഈസ് ഡിഫറെൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ്ലി പ്രഗ്നൻസി ജേണിയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ കിച്ചൂട്ടൻ്റെ കാര്യമാണ് ഫസ്റ്റ് പറയേണ്ടത്. കാരണം നമ്മൾ ഈ ഒരു കാര്യം പോസിറ്റീവായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും ടെൻഷൻ അവൻ്റെ കാര്യങ്ങൾ ഇനി എങ്ങനെയാകും. കാരണം ഫീഡിങ് ഓൾറെഡി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. 2 years, അവന് ജസ്റ്റ് 2 years ആയപ്പോഴാണ് ഞാൻ 1 month പ്രഗ്നൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും. കാരണം ചൂട്ടൻ നന്നായിട്ട് തന്നെ ഫീഡിങ് എടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നെ ഒരു ഒക്ടോബർ നവംബറൊക്കെ ആയപ്പോൾ അവൻ എടുക്കുന്നതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് മിൽക്ക് കുറവായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറേ കൂടി വെള്ളം കുടിക്കാൻ തുടങ്ങി, കുറച്ചും കൂടി നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇത് കുറയുന്നതാണോ എന്നറിയാനുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്കതൊന്നും ആയിരുന്നില്ല. പിന്നെയാണ് നമ്മൾ ഡോക്ടറെയൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് നമ്മൾ ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺസേൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് പിന്നെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നു. കാരണം ഇപ്പോൾ 3 month കണ്ടിന്യൂ ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കണ്ടിന്യൂ ഫീഡിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു. പിന്നെ ഉള്ളിൽ കിടന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെയുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. പക്ഷേ ടെൻഷൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും എനിക്കതൊരു കൺസേൺ ആയിരുന്നു. പക്ഷെ എന്നാലും ഞാനൊരു 3 മാസത്തിനുള്ളിൽ നിർത്താമെന്നുള്ളൊരു ഇതിലായിരുന്നു ഇരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു. ഫസ്റ്റ് വിസിറ്റ് ഞാൻ വീട്ടിലോട്ട് വന്നു. അങ്ങനെ വീട്ടിലൊരു 3 weeksoളം ഞാനുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ജേണിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരാൾ നമ്മുടെ അമ്മ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അമ്മ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു ജേണിയിൽ നമുക്ക് കൂട്ടായിട്ട് ഇല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ തളർന്നു പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അമ്മയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ ഒരു 3 month എനിക്ക് നല്ലപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അമ്മയുടെ ഒരു സപ്പോർട്ടും സ്റ്റിൽ അമ്മ തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പപ്പയും അമ്മയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ കുറേയൊക്കെ അമ്മമാർക്കാണ് കുറേ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്കാണ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സ്റ്റിൽ ഞാൻ ആ ഒരു പാമ്പറിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. ശരിക്കും ഒരു അമ്മയുടെ വാല്യൂ, കാരണം കിച്ചൂണ്ടായിരുന്ന സമയത്താണെങ്കിലും അമ്മ ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം അടുത്തൊരു കുട്ടി, അല്ലെങ്കിൽ ഫസ്റ്റ് ബേബി എന്ന് പറയുന്നതും ഇനി വരാൻ പോകുന്ന കുട്ടി എന്നൊക്കെ പറയുന്ന അമ്മയെ സംബന്ധിച്ച് ഏകദേശം ഈക്വലാണ്. കാരണം രണ്ടാമത്തെ കുട്ടി അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി എന്നൊന്നുമില്ല. കാരണം ഒരു ജീവൻ തന്നെയാണ് ഏതായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അമ്മയുടെ ഒരു എഫേർട്ട് കൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു 3 week കൊണ്ട് നിർത്താൻ പറ്റിയത്. കാരണം വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. കാരണം ഞാൻ കംപ്ലീറ്റ് കിടപ്പായിരുന്നു. എനിക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല. ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി എനിക്ക് വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ആ ടൈമിലൊക്കെ നല്ലപോലെ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് അല്ലല്ലോ ഫീഡിങ് എന്ന് പറയുന്നത്. കുട്ടി ഡിമാൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് ഞാൻ പോയതുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ നിർത്തിയേക്കാം, നമുക്ക് നിർത്താം, പയ്യെ നീ വലിയ ഈശ്വരൻ്റെ അടുത്തോടൊന്നും വരണ്ട, ജസ്റ്റ് നീ കിടന്നാൽ മതി, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മയുടെ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡിങ്ങിലോട്ട് നമ്മൾ നിർത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വളരെ വിജയകരമായി തന്നെ നമ്മൾ പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, കിച്ചൂണിന് നല്ല രീതിയിൽ സഹായിച്ചു.
കാരണം അവൻ്റെ നീഡ് അനുസരിച്ച് അമ്മ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അവൻ കരയുമ്പോൾ അത് എന്തിന് കരയുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ അല്ലെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ അടുത്താക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് തൊടുപുഴയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ടൗണിലോട്ടൊക്കെ പോകുന്നതാണ്. ഒരു ഫീഡിങ്ങിൻ്റെ ഒരു വിഷയമില്ലാത്ത രീതിയിൽ നമ്മളത് മാനേജ് ചെയ്യുന്നതാണ്. അതിനകത്തുനിന്ന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ആ ടൈമിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡിമാൻഡ് ചെയ്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ പയ്യെ പിന്നെ നമുക്ക് നാൻഗ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സജ്ജീകരിച്ച് വെച്ചു. കാരണം എനിക്കറിയാം, എനിക്ക് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരുപാട് അമ്മമാരുണ്ട് 3 മന്ത് വരെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട്. പക്ഷേ അത് അത്രയും അവർ എഫേർട്ട് എടുത്തിട്ടും അത് മാറുന്നില്ലാത്ത സിറ്റുവേഷൻ വന്നതുകൊണ്ടായിരിക്കും മിക്കവരും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതനുസരിച്ച് നമുക്ക് എഫേർട്ട് എടുക്കണം. കാരണം എനിക്ക് ഫുഡൊന്നും ഒരുപാട് കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളാണ്. ഞാൻ അത്യാവശ്യം ഒരു ഫുഡി ആയിട്ടുള്ള ആളാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. വൊമിറ്റിങ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് എനിക്ക് രണ്ട് രീതിയിലും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അമ്മയ്ക്ക് എന്നെയൊക്കെ നന്നായിട്ട് അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒറ്റൊരു എഫേർട്ടാണ് അമ്മയുടെ അടുത്താക്കി കംപ്ലീറ്റ് 24/7 അമ്മയുടെ അടുത്ത് നിന്ന് രീതിയിലോട്ടാക്കി. കരയുമ്പോൾ അത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ജേണി ആക്ച്വലി മുന്നോട്ട് പോയത്. ഫസ്റ്റ് ജേണി തന്നെ നമുക്ക് ഏറ്റവും അവൻ്റെ കാര്യത്തിൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫീഡിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്നൊക്കെ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി അവിടെ അമ്മയില്ലല്ലോ, അപ്പോൾ എങ്ങനെയാകും ഫീഡിങ്ങിന്, അവൻ വീണ്ടും ഓർക്കുമെന്നൊക്കെ ഉള്ള കാര്യം വന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, അവിടെയും വളരെ നന്നായിട്ട് തന്നെയാണ് അവിടെ അവൻ പോയത്. നമുക്കൊരുപാട് ശല്യമൊന്നുമില്ലാതെ, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ നമുക്ക് ആ ഒരു വലിയൊരു കടമ്പ നമ്മൾ കടന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഫിസിക്കലി മെൻ്റലി ഞാൻ കുറേയൊക്കെ ഹാപ്പിയായി. കാരണം പിന്നെ നമ്മൾ മിസ് ചെയ്യും, ഡെഫിനറ്റ്ലി നമ്മൾ മിസ് ചെയ്യും. കാരണം നമ്മുടെ കൂടെ എപ്പോഴും ശരിക്കൊരു നമ്മുടെ ഒരു ശരീരത്തിലൊരു ഭാഗം, ഒരു ഹാർട്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ ചേർന്നിരുന്നൊരു കുട്ടി പെട്ടെന്ന് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന, നമുക്ക് എടുക്കാൻ മാത്രമായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു സ്റ്റേജ് കൂടി. നമ്മൾ അത്രയും വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ കൂടെ ഇരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് അവൻ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് മിസ് ചെയ്യും. പക്ഷെ അപ്പോഴും ഞാനൊരു പോസിറ്റീവിലോട്ടാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ഇത് എന്നായാലും നിർത്തണം, അതെന്തായാലും 2 years വരെ കൊടുക്കാൻ പറ്റി. കാരണം അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റി. കറക്റ്റ് 2 years ആയപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് വേറെ ചിന്തയുടെ ആവശ്യം പോലും വന്നില്ല. അവൻ ഒരുപാട് അതിനകത്ത്. അപ്പോൾ നമ്മുടെ അമ്മമാരെടുക്കുന്ന എഫേർട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഫലം കാണുന്നത് ഇങ്ങനെയുള്ള ചില മൊമെൻറ്റ്സിലൊക്കെയാണ്. എനിക്ക് കിച്ചൂട്ടനായിരുന്ന സമയത്തൊക്കെ ഞാൻ ആ ഒരു വാല്യൂ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അമ്മയെക്കൊണ്ട് സാധിക്കും. കാരണം കുഞ്ഞിനെ തൊട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ നോക്കി എത്രമാത്രം അതിനകത്ത് അവൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയാമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എത്രമാത്രം അമ്മ അതിനകത്ത് ഓക്കെ ആണോ, അല്ലെങ്കിൽ അവനുമായിട്ടുള്ള ബോണ്ടിങ് അടിപൊളിയാണോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വിഭാഗം ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെ നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും വലിയൊരു ആശ്വാസം. പ്രത്യേകിച്ച് 3rd trimester വരെയൊക്കെ 3rd trimester ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നമ്മുടെ 1st trimester. അപ്പോൾ ആ ട്രൈമസ്റ്ററിൽ തന്നെ നമ്മുടെ ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ നമ്മൾ കുറച്ചും കൂടി കൺസേൺ ആണ് ഞാൻ കുറച്ചും കൂടി. കാരണം 2nd പ്രഗ്നൻസിയും എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കിച്ചുകൂട്ടൻ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊരു അമ്മ എന്ന രീതിയിൽ നമ്മളെപ്പോഴും ഞാൻ വാച്ച് ചെയ്യും. ഒരിക്കലും അവൻ ഓക്കെ ആണെന്ന് ഞാൻ ഒരു ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് എൻ്റെ ഒരു അടുത്ത പ്രൊസീജിയറിലോട്ട് പോകുള്ളൂ. കാരണം ഈ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം പോയതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞതേ ഇല്ല. കാരണം നമ്മുടെ ഒരു ജേർണി അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് വൊമിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കൊരു ക്ഷീണമൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആണല്ലേ എന്നുള്ളൊരു കൺസേണിലോട്ട് പോകുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടികൾ എന്നുള്ളൊരു കാര്യം എനിക്ക് വലിയ ഗ്യാപ്പിട്ട് വരുന്ന ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. വേറൊന്നുമല്ല, കാരണം എൻ്റെ അച്ഛനും അമ്മയും ഈ ഒരു സ്റ്റേജിലൂടെ വളരെ ബുദ്ധിമുട്ടി കടന്നവരാണ്. കാരണം അവരുടെ കല്യാണം വളരെ യങ് ഏജ് കഴിഞ്ഞതാണ്. പക്ഷേ ഒരു 7-8 വർഷം എടുത്തു ഞാൻ വരാൻ.
ഒരു 6 വർഷം 7 വർഷത്തോളം എടുത്ത് സോന വരാൻ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ തന്നെ അവരൊരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അത് കേട്ട് വളർന്ന ഒരു ആളെന്ന നിലയിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, കുട്ടികളുടെ കാര്യം നമുക്ക് ഒരുപാട് വൈകിക്കാതെ ചെയ്യണം. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ, കാരണം എൻ്റെ ഒരു ഏജ് തന്നെ കുട്ടികളെ വളർത്തുക, അവരെ ഏകദേശം ഒരു പകുതി ഒരു 5 ഇയേഴ്സ് വരെയൊക്കെ ഒന്ന് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഞാൻ എങ്ങായിരിക്കുമ്പോൾ സാധിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരാ, അത് മുകളിലുള്ള ആളുകൾ വിചാരിക്കണം. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്ക് ആ ഒരു സ്റ്റേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഇപ്പോൾ ഈ 2 ഇയേഴ്സ് എന്ന് പറയുന്ന കിച്ചോടിന് 2 ഇയേഴ്സായി 1.5 ഇയേഴ്സ് ഡിഫറൻസിലൊക്കെ ഒരു കുട്ടി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ എത്രമാത്രം നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞാലും അതിന് ഒരു കണക്കില്ലാത്തൊരു കാര്യമാണ്. അത്രയും നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ കൂടെ നിന്ന് തന്ന ഒരു ആളാണ് ഇനി വരാൻ പോകുന്ന കുട്ടി. അപ്പോൾ രണ്ടും ഞാൻ പ്ലാൻഡ് തന്നെയായിരുന്നു. ഒരിക്കലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പ്ലാൻഡ് ആയിട്ട് തന്നെയായിരുന്നു. പക്ഷെ അത് നമുക്കത്ര കിച്ചോട്ടിൻ്റെ അത്രയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണല്ലോ കൂടുതൽ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരാൾ. ഇപ്പോൾ ഏട്ടൻ എത്ര കൺസേൺ ആയാലും ഞാനാണ് കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടതും, നമ്മളാണ് കൂടുതൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നവർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു രണ്ട് പേര് അത്യാവശ്യം എൻ്റെ നോട്ടത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഏജിൽ എനിക്ക് അവരെ നോക്കണം എന്നുള്ളത്. കാരണം ഇന്നത്തെ ജനറേഷൻ എന്നിട്ട് പോലും എനിക്ക് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്കുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഏജ്ഡ് ആകുമ്പോഴത്തേക്കും പിന്നെ പറയുകയും വേണ്ട, ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലോട്ട് ചിന്തിച്ച ഞാൻ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. കാരണം എൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ച ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇത്രയും ഒരു ഏജ് ഡിഫറൻസ് വരുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവരുതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ ആയാലും നമ്മളൊരു കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മളൊരിക്കലും അതൊരു തെറ്റെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഓരോരുത്തരുടെ കൺസേൺ ആണ്. പക്ഷേ എൻ്റെ കൺസേൺ അനുസരിച്ച് ഞാൻ ഒരിക്കലും ആ രീതിയിലോട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ അടുത്ത കുട്ടിയും കൂടി വന്നത്. എനിക്കൊരിക്കലും ഒരു ബേർഡനോ അല്ലെങ്കിൽ ഒന്നുമല്ല. കാരണം ഞാൻ അവരുടെ ഒരു കാര്യം പെർഫെക്റ്റ് ആക്കിയിട്ട് എനിക്ക് പിന്നെ എങ്ങോട്ട് പോയാലും എനിക്ക് ടെൻഷനില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നോക്കി കണ്ടൊക്കെ ഒരു ഫാമിലി പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ ചെയ്തു. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഹസ്ബൻഡും അമ്മയാണ് ഈ ഒരു ടൈം, നമ്മുടെ അമ്മയും ഹസ്ബൻഡുമാണ് ഈ ടൈമിൽ നമുക്ക് വേണ്ട 2 ക്രൈറ്റീരിയ. ഇപ്പോൾ ഏട്ടൻ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സപ്പോർട്ടായിട്ട് വരുന്ന ആഫ്റ്റർ നമ്മുടെ കുട്ടി വരുമ്പോഴായിരിക്കും. അത് കിച്ചൂണിൻ്റെ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ആ ടൈമിൽ നമുക്കിപ്പോൾ ഒന്ന് കിച്ചൂന്ന് യൂറിൻ പാസ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് മോശം പോയാലൊക്കെ ഏട്ടനൊരു മടിയില്ല. അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനും ഒക്കെ അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മയും ഏട്ടനും ഏകദേശം ഒരു ഈക്വലി നിൽക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആശ്വാസം ഉള്ളൊരു ടൈമായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി. അപ്പോൾ സെക്കൻഡും തീർച്ചയായിട്ടും ഇതുവരെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ വരില്ല. നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഏട്ടനുള്ള സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് തന്നെയാണ്. പിന്നെ ഇൻലോസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരെപ്പോഴും നമ്മുടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് പോകും. ശരിക്കും ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നൊരു സംഭവം ഇന്നത്തെ കാലത്ത് സക്സസ് ആവുക അല്ലെങ്കിൽ ഡിപ്രഷനോ കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും വലിയ ടേമൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ റെലവൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാമിലിയുടെ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് കൺസേൺ ആക്കുന്നില്ല എന്നതുകൊണ്ടാണ്. കാരണം പണ്ടത്തെ പോലെ ഒന്നും ഇന്നത്തെ ഒരു ജനറേഷൻ നമുക്കൊരിക്കലും, ഞാൻ ഉൾപ്പെടുന്ന ജനറേഷനാണ് ഞാൻ പറയുന്നത്, നമുക്കൊരിക്കലും പണ്ട് പലരും പലതും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ജനറേഷൻ നമുക്കൊരിക്കലും ആ രീതിയിൽ കൺസേൺ ആക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടെന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ സത്യത്തിൽ. കാരണം ഇന്നൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാവരും വളർന്നു വരുന്നത്. പണ്ടത്തെ പോലെ പശുവോ ആടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി വളർത്തി എന്നിട്ട് പിന്നെ കുട്ടികളെ നോക്കിയുള്ള കാലമൊക്കെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു. അതൊക്കെ ഭയങ്കര റോങ് കോൺസെപ്റ്റുകളാണ്. അപ്പോൾ അതൊന്നും ഇന്ന് റെലവൻ്റ് അല്ല. പക്ഷേ അതുകൊണ്ട് അതനുസരിച്ച് ഫാമിലിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസ് ഒരുപാടുണ്ട്.
അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ജേണി, ഒരു പ്രഗ്നൻസി ആഫ്റ്റർ ആൻഡ് ബിഫോർ രണ്ടും ഈക്വലി നമ്മൾ കൺസേൺ ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം നമുക്ക് ഇന്ന് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കെല്ലാം അറിയാൻ പറ്റും. ഇപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണി. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. എനിക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴികെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. കാരണം എൻ്റെ കിച്ചോട്ടനാണെങ്കിലും മോനായാലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. പിന്നെ അവൻ്റെ കൂടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ജേണി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും, നാളെ ഇപ്പോൾ നിങ്ങൾ അറിയാൻ പോകുന്ന ഒരു കുട്ടി ഉണ്ടാവുന്നതൊക്കെ ആയിരിക്കും കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു ജേണി പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് തന്നെ അങ്ങനെ തോന്നുന്നത്. കാരണം ഒരു പ്രഗ്നൻ്റ് ആകുന്ന ഒന്നുള്ളൊരു മൈൻഡൊന്നും നമുക്കിപ്പോൾ ഇല്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു കുട്ടിയുടെ അമ്മയാണ്, 2 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണെന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് തന്നെ ശരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു നിമിഷമായിരിക്കും അയ്യോ ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ എന്നുള്ളൊരു കൺസേണിലോട്ട് നമ്മൾ എത്തുക. അതെല്ലാ അമ്മമാരും അങ്ങനെയാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊരു ഇംബാലൻസേഷൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കണക്ട് ചെയ്യാവുന്ന കാര്യമാണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞു വിശേഷം. അപ്പോൾ ഇനി ഉള്ള പ്രഗ്നൻസി റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഒരു ജേണിയെ തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. എന്തായാലും പ്രോബബ്ലി ഒരു ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബേബി ഉടൻ തന്നെ ഓൺ ദ വേ തന്നെയാണ്. ഇപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലോട്ട് വരാൻ പോകുന്ന ഒരു അതിഥിയാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് ഇനി എന്താണ് അടുത്ത കുട്ടി ആവാൻ പോകുന്നു എന്നുള്ള വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. കാരണം നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ കൈകളിലോട്ട് എത്താൻ പോകുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കതിനകത്തൊരു എന്താ പറയുക, കുറച്ച് നേരത്തെ ആയിപ്പോയി അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുന്നു. കാരണം എനിക്ക് എപ്പോഴും ഇനി എൻ്റെ ഒരു മനസ്സും ശരീരവും എല്ലാം ഞാൻ ഓഗസ്റ്റിലോട്ടാണ് വിട്ടുകൊടുത്തേക്കുന്നത്. ആ ഒരു മൊമെൻറ്റ്. ഇനിയിപ്പോൾ 5th മന്ത് സ്കാനിങ് ഉണ്ട്, അതിൽ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. അതൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.